ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഹൈ ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ ഒരു നല്ല ഹൈ ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നാം ഏത് പ്രായത്തിലുള്ളവരായാലും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് സുഹൃത്തുക്കൾ. നല്ല ഫ്രണ്ട്സ് ഉണ്ടായാൽ നമ്മുടെ ജീവിതം ഈസി ആയിട്ട് പോകുന്നതായി കാണാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്ത് കാര്യവും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നത് വളരെ നല്ലതാണ്. പക്ഷേ നാമൊക്കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകൾ നല്ല ആൾക്കാരല്ല എങ്കിൽ നാം പറയുന്ന കാര്യങ്ങൾ വെച്ച് അവർ നമ്മളെ കളിയാക്കുകയും പല മിസ്ബിഹേവിയേഴ്സ് അവരിൽ നിന്നുണ്ടാവുകയും ചെയ്യാം. എങ്ങനെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം? നാം നമ്മളെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ ഫ്രണ്ട്സിനെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നാം ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച ഒരാളെ കണ്ടാൽ അവരെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാം. അവരുടെ ബിഹേവിയേഴ്സ് എന്താണ് നമുക്കിഷ്ടപ്പെട്ടത് അത് നമുക്ക് അവരോട് പറയാവുന്നതാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. അത് പതിയെ സ്ട്രോങ് ആവുകയുള്ളൂ. ആദ്യം തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചൂഴ്ന്ന് നമുക്ക് ചോദിക്കാതിരിക്കാം. അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തകൾ അവരുമായിട്ട് ഷെയർ ചെയ്യാം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. എപ്പോഴും വളർച്ചയെക്കുറിച്ച് സംസാരിക്കുക. നെക്സ്റ്റ് ലെവലായിട്ടുള്ള ലൈഫിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അവരുമായി സംസാരിക്കുമ്പോൾ ഭാവി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒരു നല്ല ഫ്രണ്ട് ഒരു നല്ല ലിസണറായിരിക്കണം. കേൾക്കാനുള്ള സമയവും ഉണ്ടായിരിക്കണം അവർക്ക്. നമ്മുടെ നല്ല സമയത്തും നമ്മുടെ മോശം സമയത്തും നമ്മുടെ കൂടെ ഉള്ള ഒരാളായിരിക്കണം. സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മനസ്സിനുടമയായ ആളിനെ തിരഞ്ഞെടുക്കാം. നമ്മുടെ നെഗറ്റീവ്സിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളായിരിക്കണം ആ ഒരു സുഹൃത്ത്. എപ്പോഴും നമ്മളെ പൊക്കി ഉയരത്തിൽ കൊണ്ട് വെക്കുന്ന ആ ഒരു സ്വഭാവമുള്ള അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറുള്ള ആളിനെ തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളിൽ സത്യവും ഹൃദയത്തിൽ സ്നേഹവും മനസ്സിൽ ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു കാര്യത്തിൽ വിശ്വാസമില്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഒരിക്കലും ഒരു നല്ല സുഹൃത്താവുകയില്ല. നാം എപ്പോഴും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷമഘട്ടങ്ങൾ മാത്രം അവരുമായി പങ്കുവെക്കാതെ നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും ഏത് ഒരു ഫീലിങ്സിലായാലും അവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടാവുന്ന ഒരു ഇതായിരിക്കണം അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബോണ്ടിങ് മനസ്സിലാവുകയില്ല. ഓരോ ആൾക്കാരും വ്യത്യസ്തരാണ്. ഓരോരുത്തരെയും പരിചയപ്പെടുന്നതനുസരിച്ച് അവരുടെ ഓരോ ഫീലിങ്സുകൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അവരുമായി കൂടുതൽ അടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഒരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഈ കമൻറ്റിൻ്റെ താഴെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.